മറുനാടൻ എക്സ്ക്ലൂസീവ് വന്നൊരു വീഡിയോ കാണുന്നത്. എന്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് കോളേജിൽ എഴുതി വെച്ചു. പൊട്ടിക്കരഞ്ഞ അധ്യാപിക. ഇതായിരുന്നു ആ വീഡിയോയുടെ തംബ്നെയിൽ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഒരു അധ്യാപികക്കെതിരെ അവര് പഠിപ്പിക്കുന്ന കോളേജിൽ ഇങ്ങനെ ഒരു കൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കണമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടു തുടങ്ങുന്നത്. എന്താ പ്രശ്നം? ശ്രീലു എന്നാണ് ഈ അധ്യാപികയുടെ പേര്. കണ്ണൂരിലുള്ള ഒരു കോളേജിലെ അധ്യാപികയാണ് ഇവർ. ഇവർക്ക് ഇവരുടെ കോളേജിലെ മറ്റൊരു അധ്യാപകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കറ്റാട്ടോ. രഹസ്യമായിട്ട് നടന്ന കാര്യം പരസ്യമായ സ്ഥിതിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. സഹകരിക്കണം കേട്ടോ. ഇന്ന് രാത്രി ശ്രീലുവിന്റെ യൂട്യൂബ് ചാനലിൽ അവളുടെ നഗ്ന വീഡിയോ ഉണ്ടായിരിക്കും. എന്ന് ശ്രീലു പഠിപ്പിക്കുന്ന ക്ലാസ്സിന് മുന്നിലുള്ള ചുമരിൽ ഈ പറയപ്പെടുന്ന അധ്യാപകനെ എഴുതി വെച്ചു അത്ര. ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ കൊടുക്കൂ അടി ശവത്തിന്. ചിറ്റപ്പാന്ന് മാത്രം ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതാണ് പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. അങ്ങനെ ശ്രീലു അധ്യാപകനെതിരെ കോളേജ് പ്രിൻസിപ്പലിനും പോലീസിനും ഒക്കെ പരാതി കൊടുത്തു. എവിടെ നിന്നും ശ്രീലുവിന് നീതി കിട്ടിയില്ല. മാത്രമല്ല ആരോപണ വിധേയനായിട്ടുള്ള അധ്യാപകനെ കോളേജ് സംരക്ഷിക്കുകയും ചെയ്തു. മറുനാടൻ ശ്രീലുവിനെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഇന്റർവ്യൂ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞപ്പോ കോളേജ് അധ്യാപികക്ക് നീതി കിട്ടാൻ വേണ്ടി സംസാരിക്കണമെന്നൊക്കെ അങ്ങനെ ഉറപ്പിച്ചു. നീ കാര്യം എന്താണ് തെളിച്ച് പറയടാ. അങ്ങനെ കമന്റ്സ് നോക്കുന്നതിനിടയിലാണ് അവിടെയും ഇവിടെയുമായി ഒന്ന് രണ്ട് വേറെ കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്തോളൂ, പക്ഷെ അതിനു മുമ്പ് ഇവരുടെ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കുന്നത് നന്നായിരിക്കും എന്നായിരുന്നു ഈ കമന്റുകൾ. എന്നാ പിന്നെ അവരുടെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഞാൻ ആ ലോകത്തേക്ക് എത്തിപ്പെടുന്നത്. ശ്രീലു മൈ ലൈഫ് എന്ന് പറഞ്ഞവരുടെ യൂട്യൂബ് ചാനൽ കണ്ടെത്താൻ വേണ്ടി ഞാനൊരു ഭ്രാന്തനെ പോലെ അരഞ്ഞു. എനിക്ക് എന്തിനു കേടായിരുന്നു. ചാനലിൽ കയറി നോക്കിയപ്പോ ആദ്യം തന്നെ കണ്ടത് ഇവരുടെ കുളിസീനാണ്. അതും ഓപ്പൺ എയറിൽ. ചാനൽ മൊത്തത്തിൽ ഒരു 18+ വൈബായിരുന്നു മക്കളെ. ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ഒന്നും പറയണ്ട, കണ്ട് തന്നെ അനുഭവിച്ചോളി. 1-2 വീഡിയോസ് ഞാൻ പ്ലേ ചെയ്തത്. സൺഡേ കുളിച്ചിട്ടിട്ടുണ്ട്, കണ്ടോളൂ. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്. കുളിച്ചിട്ടിട്ടുണ്ട്. ഇനി ബാക്കി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കും. എന്റെ നിയന്ത്രണം വിട്ടു. ആ പെണ്ണിനെ കണ്ടപ്പോഴോ എല്ലാ ടെറസൊന്നും എല്ലാ ആൾക്കാരെ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടോളൂ. ഏതാ ചിരിലേ. നിങ്ങളും കണ്ടോളൂ എന്നെല്ലാരും വിളിക്കുന്ന കണ്ടാ തോന്നും വല്ല താജ്മഹൽ അങ്ങനെ കാണിക്കാൻ വിളിക്കാന്ന്. തന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇതിനൊക്കെ ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് വാ. എന്താ കഥ? ഈ കുളി വീഡിയോക്ക് ശേഷം നാളെയും ഇവർക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ. ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് കുട്ടിയെ. ഇന്ന് രാത്രി 7:30 ഒരു ഓപ്പൺ ലൈവ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവള് പൊന്നാണ്. ലൈവ് എല്ലാ ചങ്കുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് ഇന്ന് രാത്രി 7:30 ഉണ്ട്. ലൈവ് ശ്രീലു മൈ ലൈഫിൽ ലൈവ് ഉണ്ട്, ഓപ്പൺ ലൈവ്. അയ്യോ എന്റെ കുട്ടി ക്ഷീണിച്ചു പോയി. വിറ്റാമിൻസിന്റെ കുറവായിരിക്കും. വെറുതെ അധ്യാപകനെ സംശയിച്ച് ടീച്ചർക്ക് ഒരു പരസ്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അയാൾ ആ ചുമരിൽ അങ്ങനെ എഴുതി വെച്ചത്. ടീച്ചർ യൂട്യൂബിലൂടെ ഓൺലൈനായി പരസ്യം ചെയ്യുന്നു, മറ്റേ അധ്യാപകൻ ഓഫ്ലൈനായി ചുമരിൽ എഴുതി പരസ്യം ചെയ്യുന്നു. എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. തള്ളേക്ക് ടീച്ചർ പണി പോയപ്പോ കിളി പോയി കഴുപ്പ് മൂത്തതാണെന്ന് തോന്നുന്നു. അനങ്ങിയ ലൈവ് ഇടലാണ് ഇപ്പൊ പരിപാടി. ചവിട്ടിയതാണില്ല. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ.